അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കാരെന്നുള്ള നിലയിൽ അവർക്ക് അവരുടെ ഫ്യൂച്ചർ സേഫ് ആക്കേണ്ടതുണ്ട്. അപ്പോൾ നാച്ചുറൽ ഗ്രാസിൽ കളിച്ചു വരുന്ന ഫുട്ബോൾ പ്രേമികളെ കുട്ടികൾക്ക് നമുക്ക് എന്തായാലും ഒരു ക്യാമ്പ് കൊടുക്കാം. പലവേലാണ് നമുക്ക് ഏറ്റവും പറ്റിയൊരു സ്ഥലം കണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു മാർക്കറ്റ് സ്റ്റഡിയിൽ അവിടുത്തെ ആളുകളുടെ സപ്പോർട്ട്. നമ്മളെന്നുള്ളത് അമ്പലവയലാണ്, വയനാട് ജില്ലയിലെ അമ്പലവയലാണ്. ഇവിടെ നിന്നൊരു ഫുട്ബോൾ ടർഫിൻ്റെ ഉദ്ഘാടനമാണ്. നുക്ത ഗ്രൂപ്പിൻ്റെ പുതിയൊരു വെഞ്ചറാണ് അമ്പലവയൽ സ്പോർട്സ് അക്കാദമി. പ്രത്യേകത ഒരു നാച്ചുറൽ ഗ്രാസ് കൊണ്ടാണ് ഈ ഗ്രൗണ്ട് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഇതിൻ്റെ ബന്ധപ്പെട്ട ആളുകളായിട്ട് സംസാരിക്കാം. മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ടതാണ് ഫുട്ബോളും ഫുട്ബോൾ ടർഫുകളും. അങ്ങനെ ഒരു ടർഫിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അമ്പലവയൽ സ്പോർട്സ് അക്കാദമിയുടെ മാനേജിംഗ് ഡയറക്ടർ ജംഷീർ കാരാടനാണ്. അതേ ആശംസകൾ. കുട്ടികളില്ല, 3 ചോദ്യങ്ങൾ മാത്രം. എന്തുകൊണ്ട് അമ്പലവയൽ എന്നാണ് ചോദ്യം? നമ്മളൊരു പ്രൊജക്റ്റ്, നമ്മൾ ഈ ടർഫിൻ്റെ പ്രൊജക്റ്റ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ്ങിൽ നമ്മൾ സ്റ്റഡി നടത്തുമ്പോൾ അമ്പലവയലാണ് നമുക്ക് ഏറ്റവും പറ്റിയൊരു സ്ഥലം കണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു മാർക്കറ്റ് സ്റ്റഡിയിൽ അവിടുത്തെ ആളുകളുടെ സപ്പോർട്ടും ഒരു സ്പോർട്സ് പരമായിട്ടുള്ള ആളുകളാണ് ഇവിടെ കൂടുതൽ. അവർക്ക് നല്ലൊരു ഗ്രൗണ്ട് ഈ ഒരു പരിസരത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്ലാനിൽ. അമ്പലവയൽ സ്പോർട്സ് അക്കാദമി എന്നുള്ളൊരു പേരിലാണ് ഇത് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ട് സ്പോർട്സ്, ഒരു ഫുട്ബോൾ മാത്രമല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, വേറെ എന്തെങ്കിലും ഫ്യൂച്ചർ പ്ലാനുകൾ? ഇവിടുത്തെ വളർന്നു വരുന്ന ഫുട്ബോൾ പ്രേമികളെ കുട്ടികൾക്ക് നമുക്ക് എന്തായാലും ഒരു ക്യാമ്പ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു അക്കാദമി എന്നുള്ള പേരിൽ നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ ഇവിടുത്തെ ഫാമിലീസിന് ഗ്യാദർ ചെയ്യാനുള്ളൊരു സ്പേസ് നമ്മൾ ഫ്യൂച്ചർ പ്ലാനിലുള്ള, അതുപോലെ ഒരു പൂള് വരുന്നുണ്ട്. ഒരു 5-6 ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു ഹോം സ്റ്റേ പോലത്തെ പ്രൊജക്റ്റുകൾ നമ്മൾ ഇതിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ചോദ്യം, ഇപ്പോൾ നമ്മൾ എല്ലാ ഏരിയയിലും കണ്ടുവരുന്നത് ആർട്ടിഫിഷ്യൽ ഗ്രാസുകൾ ഉപയോഗിച്ചിട്ടുള്ള ഫുട്ബോൾ ടർഫുകളാണ്. അതിൽ നിന്നൊക്കെ മാറിയിട്ട് എന്തുകൊണ്ടാണ് നാച്ചുറൽ ഗ്രാസിലേക്ക് മാറി ചിന്തിക്കാണ്ടായ ഒരു കാരണം? അതിൽ ഒരു ഫുട്ബോൾ പ്രേമിയോ അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കാരെന്നുള്ള നിലയിൽ അവർക്ക് അവരുടെ ഫ്യൂച്ചർ സേഫ് ആക്കേണ്ടതുണ്ട്. അപ്പോൾ നാച്ചുറൽ ഗ്രാസിൽ കളിക്കുമ്പോൾ അവർക്ക് അവരുടെ ലിഗമെൻ്റ്, അങ്ങനത്തെ കാലിന് വരുന്ന പരിക്കളിൽ നിന്നൊക്കെ നമുക്ക് ഒരു 90% നമുക്കിതിൽ നിന്ന് മാറ്റി എടുക്കാൻ പറ്റുന്നതാണ്. ആർട്ടിഫിഷ്യൽ ഗ്രാസിനെ അപേക്ഷിച്ചിട്ട് നല്ലതാണ് നാച്ചുറൽ ഗ്രാസ്. ഇന്ന് ഇവിടെ നമ്മൾ ഇനാഗുറേഷൻ്റെ പറയുന്നത്, അതിൻ്റെ ഭാഗമായിട്ട് ഒരു 36ഓളം ടീമുകളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള, ഈ ഒരു പരിസരത്തുള്ള 36ഓളം ടീമുകളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ടൂർണമെൻ്റാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ബുക്കിംഗ് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? അതെ, ഇതിൻ്റെ ടർഫിൻ്റെ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങി. നല്ല ഓഫേഴ്സൊക്കെ കൊടുക്കുന്നുണ്ട്. ഓഫറൊക്കെ ഇവിടെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അതിലേക്ക് ഓക്കെയാണ്. എന്തായാലും നിങ്ങളെ വിലപ്പെട്ട സമയത്തിന് ഒരുപാട് നന്ദി. നമ്മളെന്തായാലും ബാക്കിയുള്ള കാഴ്ചകളിലേക്ക്